Welcome to Winners Academy, All Kerala Distance Education. 2026 ഒക്ടോബർ ബാച്ചിൽ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സ്റ്റുഡൻസാണ് നാം. നമ്മുടെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ +2 ക്ലാസ് റൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ആവും. ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. ഇവിടെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ബേസിക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിന്ദി, സോഷ്യോളജി, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, പൊളിറ്റിക്സ്, അക്കൗണ്ടൻസി, ഫിസിക്സ്. പൊളിറ്റിക്സ്, അക്കൗണ്ടൻസി, ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി ഇവകളുടെ ക്ലാസ് ഫുൾ വീഡിയോ ക്ലാസ് ആയിട്ട് നമ്മുടെ സെപ്പറേറ്റ് ഒരു ആപ്പ് ഉണ്ട്, മൈ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള. ആ ഒരു ആപ്ലിക്കേഷൻസ് വഴിയാണ് നിങ്ങൾ ക്ലാസ്സുകളിലുള്ളത്. അതിലുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം, അതുപോലെ അതിന് എത്ര മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ചാപ്റ്റേഴ്സുകൾ സെലക്ട് ചെയ്തിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ നമ്മുടെ മൈ ക്യാമ്പസ് ആപ്പ് വെച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി ഇവകളുടെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. അതിന് കൂടെ തന്നെ നമ്മൾ ഇവിടുന്ന് അയച്ചു തന്നുള്ള ഗൈഡ് ബുക്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ ഹ്യൂമാനിറ്റീസ് എടുത്ത സ്റ്റുഡൻസിനും അതുപോലെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജുകളും അതുപോലെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി അത്തരം സബ്ജക്റ്റുകളിലൊക്കെ ക്ലാസ്സും അതുപോലെ നോട്ട്സും എല്ലാതും ഈ ഒരു ആപ്ലിക്കേഷൻസ് വഴി തന്നെയാണുള്ളത്. നമുക്ക് ഏറ്റവും താഴെ ചെന്ന് കഴിഞ്ഞാൽ ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് കാണാം. ഈ ടൈം ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈം ഷെഡ്യൂളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിൽ ഫസ്റ്റത്തെ ടൈം ഷെഡ്യൂൾ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ NIOS +2 ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂളാണ്. ഏപ്രിൽ ബാച്ചിനുള്ളതാണ്. നമ്മൾ ഒക്ടോബർ ബാച്ച് ആയതുകൊണ്ട് തൊട്ട് താഴെയുള്ളത് NIOS +2 ഒക്ടോബർ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മന്തുകൾ കൊടുത്തിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ എണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഫെബ്രുവരിയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേണിംഗ് ഫെസ്റ്റ് നമുക്ക് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസമായി. 4 മെയ്, ജൂൺ 5, ജൂലൈ 6. ഫെബ്രുവരി ടു ജൂലൈ ആകുമ്പോഴേക്ക് 6 മന്ത് നമുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോഴേക്ക് നിങ്ങൾ ഇതിൽ പറയുന്ന രൂപത്തിൽ ഏകദേശം ഫെബ്രുവരി മന്തിൽ ഇംഗ്ലീഷ് നിങ്ങൾ 3.5 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. 3.5 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെബ്രുവരി മന്തിലുള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മാർച്ചിലും അതുപോലെ ഇംഗ്ലീഷ് 3.5 തന്നെയാണ്. ഏപ്രിലും 3.5 തന്നെയാണ് വരുന്നത്. അതുപോലെ മെയ്യിലും 3.5 ആണ് വരുന്നത്. അതുപോലെ ജൂണിൽ 3.5. അങ്ങനെ 6 മന്തിൽ എല്ലാ മന്തിലും നിങ്ങൾക്ക് 3.5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സും 6 മന്ത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ 3 ചാപ്റ്റർ, അറബിയിൽ 2.5. ഇങ്ങനെ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ, നിങ്ങളുടെ 5 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ അതിൻ്റെ ചാപ്റ്റേഴ്സുകളുടെ കൗണ്ടിങ് നോക്കിയിട്ട് ടോട്ടൽ ചാപ്റ്റേഴ്സിന് നമുക്ക് പഠിക്കാനുള്ള ടോട്ടൽ ചാപ്റ്റേഴ്സിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ മന്തിൽ ഓരോന്ന് നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കിവിടെ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓഗസ്റ്റ് മന്താണ്. ഓഗസ്റ്റ് മന്തിൽ നമുക്ക് റിവിഷനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ്. അപ്പോൾ നമുക്ക് 6 മന്ത് കഴിഞ്ഞുള്ള 7th മന്താണ് ഓഗസ്റ്റ്. ഇവിടെ ഏതെങ്കിലും ഒരു ചാപ്റ്റേഴ്സുകൾ, ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത് ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സുകളുടെ റിവിഷൻ നടത്താനുമാണ് ഈ ഒരു മന്ത് ടോട്ടലായിട്ടുള്ളത്. അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുമുള്ള മന്തായിട്ടാണ് ഈ ഒരു മന്തിന്. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയാണെങ്കിൽ ആ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ റിവിഷൻ ആവർത്തനം ചെയ്യാനുള്ളതാണ് ഈ ഓഗസ്റ്റ് മന്ത് വരുന്നത്. ഓഗസ്റ്റ് മന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് സെപ്റ്റംബറിൽ നമുക്ക് മോഡൽ എക്സാം നമ്മുടെ അക്കാഡമി നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ക്വസ്റ്റ്യൻസ് അയച്ചു തരും. നിങ്ങളെ കൃത്യമായുള്ള 3 മണിക്കൂർ സമയം തരും. ആ 3 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരണം.
ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുകൾ നിങ്ങൾ എഴുതിയിട്ട് നമുക്കത് അയച്ചു തരേണ്ടതാണ്. അതിനൊരു എക്സ്ട്രാ 30 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് തരും. അതും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അത് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അയച്ചു തരും. ഇങ്ങനെയാണ് ഓൺലൈൻ നമ്മുടെ മോഡൽ എക്സാം വരുന്നത്. ഓക്കെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏകദേശം ഒരു 1 വീക്കിൽ നിങ്ങൾക്കൊരു 5 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആയി എടുത്ത് ബാക്കി 2 ഡേയ്സ് വീക്കെൻഡ് ഡേയ്സ് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉള്ള ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾ ഏകദേശം ഒരു 30 അല്ലെങ്കിൽ ഒരു 45 ഹവറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീക്കിലുള്ള ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസം, അതിൽ എല്ലാ ദിവസവും ഏകദേശം 1 മണിക്കൂർ വീതം ഇതിന് സ്പെൻഡ് ചെയ്താൽ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു നമ്മൾ പറയുന്ന ഒരു കാൽക്കുലേഷനിൽ തന്നെ ജൂലൈ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫെബ്രുവരി ആയിട്ട് ചിലപ്പോൾ ആരെങ്കിലും ചാപ്റ്റേഴ്സുകൾ സ്റ്റാർട്ട് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ഒരു ടൈം ഷെഡ്യൂളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രീ ടൈം എപ്പോഴാണോ അതനുസരിച്ച് ഒരു ടൈം ഷെഡ്യൂളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ജൂലൈ ആകുമ്പോഴേക്ക് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ഈ ഒരു ടൈം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സെപ്റ്റംബറിൽ മോഡൽ ക്വസ്റ്റ്യൻ എക്സാം, അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരും. അപ്പോഴേക്ക് നിങ്ങൾ 6 മന്തിൽ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് 7th മന്തിൽ റിവിഷനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിവ്യൂ ചെയ്ത് 8th മന്തിൽ നിങ്ങൾ മോഡൽ എക്സാം എഴുതിയിട്ടാണ് പബ്ലിക് എക്സാമിന് നിങ്ങൾ വരുന്നത്. അപ്പോഴേക്ക് വളരെ സിമ്പിളായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും എക്സാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത്. ഇനി പുറകോട്ട് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വരുന്ന ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ. ഒന്നും കൂടെ പുറകെ വന്നിട്ട് ഞാൻ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് ഇംഗ്ലീഷിൻ്റെ പുറത്ത് ബേസ് ഇംഗ്ലീഷ് ഉണ്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് ഇംഗ്ലീഷിൻ്റെ ചാപ്റ്ററിൻ്റെ കൗണ്ടിങ് അതിൽ കൊടുത്തിട്ടില്ല. അത് നിങ്ങളുടെ മെയിൻ ഇംഗ്ലീഷിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഈ ബേസ് ഇംഗ്ലീഷിൽ പറയുന്നത് ക്ലാസ് 1 നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ, അതായത് നമുക്ക് എല്ലാ സബ്ജക്റ്റിലും ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് വരുന്നത്. ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആയതുകൊണ്ട് അങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ കേരളത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ എക്സാമിൻ്റെ ആൻസേഴ്സ് എഴുതാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാവുമ്പോൾ നമുക്ക് അതെങ്ങനെ മനസ്സിലാവും ക്വസ്റ്റ്യൻസ്, അതിനുള്ള ക്ലാസ്സുകളാണ്, ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ബേസ് ഇംഗ്ലീഷിലുള്ളത്. ഓക്കെ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MP3 അതൊക്കെ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ക്ലാസ് 2 കഴിഞ്ഞ് ക്ലാസ് 3 പാരഗ്രാഫ് റൈറ്റിംഗ് ആൻഡ് ലെറ്റർ റൈറ്റിംഗ്, ഇതൊക്കെ നമ്മുടെ ഇംഗ്ലീഷിൽ വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ പുറത്ത്, ഇംഗ്ലീഷ് മെയിൻ സബ്ജക്റ്റിൻ്റെ പുറത്ത് ഏകദേശം ഒരു 50% മാർക്കുകളൊക്കെ ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സാണ്. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ആണ് നിങ്ങളുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിൽ ഓരോന്നും വീഡിയോസുകളായിട്ട് തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. 2 സെൻറ്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, അതുപോലെ ലെറ്റർ എഴുതാം, അതുപോലെ ടെൻസിൻ്റെ ഗ്രാമറിൻ്റെ കുറച്ച് ഏരിയാസുകൾ, ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ വീഡിയോ കണ്ട് ഒരു നോട്ട് ബുക്ക് എടുത്ത് നിങ്ങൾ സാധാ ഒരു ഓഫ്ലൈനായിട്ടൊരു ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ എല്ലാതും എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കണം. എന്നാലേ നമുക്ക് എക്സാമിന് അത് എഴുതാൻ പറ്റും. ഓക്കെ. ക്ലാസ് 4 വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ഏപ്രിലിൽ നടന്ന പുതിയ മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നിന്നാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ആ ഒരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവ്യൂ ചെയ്തതാണത്. അപ്പോൾ ഈ 2 വീഡിയോസ് അതാണ്. അതിൻ്റെ തൊട്ട് താഴെയും അത് തന്നെയാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ വരും എന്നുള്ളതും അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വീതം എഴുതണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. മറ്റൊന്ന്, നിങ്ങൾ മെയിൻ ഇംഗ്ലീഷിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലെ ഫുൾ ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ
പോസ്റ്റ് വഴി നിങ്ങൾക്കത് അയച്ചു തരും. അപ്പോൾ അത് അയച്ചു തരുന്ന ആ ഒരു ബുക്സുകൾ ഒരു ചാക്കിലൊക്കെയാണ് അത് വരുന്നത്. അത്രയും വലിയ ബുക്സുകളാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബ്രീഫായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ മാത്രമാണ് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഗൈഡ് ബുക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിൽ ഫുള്ളായി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ക്ലാസ് റൂം ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ അതിൻ്റെ MP3 ക്ലാസ്സുകൾ അവൈലബിൾ ആണെങ്കിൽ അത് അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കാനൊക്കെ പറ്റും. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബൈഫോക്കേഷൻ ഓഫ് ദ സിലബസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് അസൈൻമെൻറ്റ് വരുന്നുണ്ട്. അസൈൻമെൻറ്റിന് കുറച്ച് ഏരിയ ചാപ്റ്റേഴ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ പബ്ലിക് എക്സാമിന് ഉള്ള നമ്മുടെ തിയറി എക്സാമിനുള്ളത് കുറച്ച് ചാപ്റ്റേഴ്സും. ഇപ്പോൾ ഏകദേശം 60% ചാപ്റ്റേഴ്സുകളാണ്. ടോട്ടൽ ലെസൺസ് 16 നമ്മുടെ മെയിൻ എക്സാമിന് വരുന്നത്. അസൈൻമെൻറ്റിന് നമുക്ക് 11 ചാപ്റ്റേഴ്സ്, അത് 40% ചാപ്റ്റേഴ്സ് അസൈൻമെൻറ്റിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 27 ലെസൺസാണ് വരുന്നത്. അതിൽ 11 അസൈൻമെൻറ്റിനുള്ളതും ബാക്കി 16 നമ്മുടെ മെയിൻ തിയറി എക്സാമിനും. ഈ 16 മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അസൈൻമെൻറ്റിന് നമ്മൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി മാത്രമാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. ഇനി താഴെ മാർക്ക്സ് ഫോർ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓരോ മൊഡ്യൂളാക്കിയിട്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 30 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 1 മുതൽ 5 വരെ ഫസ്റ്റ് മൊഡ്യൂൾ, 6 മുതൽ 10 വരെ സെക്കൻഡ് മൊഡ്യൂൾ, 11 മുതൽ 15 വരെ തേർഡ് മൊഡ്യൂൾ. ഇങ്ങനെ ഓരോ മൊഡ്യൂളിൻ്റെ അണ്ടറിലായിട്ടാണ് ചാപ്റ്റേഴ്സുകളെ കാൽക്കുലേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഗൈഡ് ബുക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ തന്നെ അതിൻ്റെ ഓരോ മൊഡ്യൂളിൻ്റെ അണ്ടറിൽ ഇത്ര ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിന് സെപ്പറേറ്റ് നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ മറ്റ് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് സബ്ജക്റ്റുകളുടെ കാണിച്ചു തരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷിൽ ടോട്ടലായിട്ട് ചാപ്റ്റേഴ്സുകൾ 16 ഇങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ. അതിൽ തന്നെ പ്രോസ് ആൻഡ് പോയട്രി വരുന്ന ഭാഗത്തിന് 30 മാർക്കിന് വരുന്നുണ്ട്. നോൺ പ്രിസ്ക്രൈബിൾ ടെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ബേസ് ഇംഗ്ലീഷ് പറഞ്ഞല്ലോ, ആ ഒരു കാര്യത്തിന് 20 മാർക്കും. അതുപോലെ തന്നെ അവിടെ ഞാൻ ഗ്രാമറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഗ്രാമറിൻ്റെ ഏരിയക്ക് 15 മാർക്കിനും റൈറ്റിംഗ് സ്കില്ല് നോക്കിയിട്ട് ഏകദേശം ഒരു 20 മാർക്കും, ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ് അങ്ങനെ നോക്കിയൊരു 15 മാർക്ക്. അങ്ങനെ ടോട്ടലി 100 മാർക്കാണ് വരുന്നത്. ഈ 100 മാർക്കിൽ നമുക്കൊരു 33 മാർക്ക് മിനിമം വാങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് പാസ് ഔട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏകദേശം ഒരു 50 മാർക്ക് നേടാനുള്ള ചാപ്റ്റേഴ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്നാലേ നമുക്കൊരു 33% മാർക്കുകളൊക്കെ വാങ്ങി പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയുന്നത്. ഇനി മറ്റൊരു ക്ലാസ് റൂം ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. നമുക്ക് തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ അറബിയുടേത് അതിൻ്റെ ക്ലാസ് അവൈലബിൾ അല്ല. അതിൻ്റെ 60% ചാപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്, മൊഡ്യൂളും ഉണ്ട്, അതിൻ്റെ മാർക്കും ഉണ്ട്. ഗൈഡ് ബുക്കും അത് ടെക്സ്റ്റ് ബുക്കും ഇവിടെ ഉണ്ട്, വർക്ക് ബുക്കും ടെക്സ്റ്റ് ബുക്കും. ഇവിടെ അറബിയുടെ ഇതിൽ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ആ വർക്ക് ബുക്കിൽ ഉള്ളത് ഫുള്ള് ക്വസ്റ്റ്യൻസാണ്, വർക്കിംഗ് ക്വസ്റ്റ്യൻസാണ്. ആ ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ്. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ വർക്ക് ബുക്കിൽ കാണുന്ന ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുക. ഓക്കെ, ആ വർക്ക് ബുക്കിൽ കാണുന്ന ക്വസ്റ്റ്യൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിൽ കാണാൻ പറ്റും, ആൻസേഴ്സ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, മറ്റൊന്ന് സോഷ്യോളജി ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് സോഷ്യോളജിയുടെ MP3 ക്ലാസ് അവൈലബിൾ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് MP3 കിട്ടും, ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഓരോ മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുണ്ട്. 20 ലെസൺസാണ് ടോട്ടലി 60% ചാപ്റ്റേഴ്സായി വരുന്നത്. ലെസൺ 3, 4, 5, 6 ഈ 4 ലെസൺസാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. സെക്കൻഡ് മൊഡ്യൂൾ 12, 13, 14, 16 ഇങ്ങനെയാണുള്ളത്. തേർഡ് മൊഡ്യൂൾ, അങ്ങനെ ഓരോ മൊഡ്യൂളിൻ്റെ പേരും അതിലുള്ള മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ മാർക്കുകൾ വന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സുള്ള മൊഡ്യൂളുകൾ സെലക്ട് ചെയ്ത് ഒരു 50 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകൾ മിനിമം നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ അത് പഠിക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചിരുന്ന ഗൈഡ് ബുക്സ്, അതുതന്നെയാണ് ഈ താഴെയുള്ള നോട്ട്സും.
ആ ഗൈഡ് ബുക്സ് നോക്കിയിട്ട് ഏറ്റവും സമയം കുറഞ്ഞ ആളുകളാണെങ്കിൽ ഗൈഡ് ബുക്സിൽ നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്റേഴ്സിലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് ഗൈഡ് ബുക്സിലുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഏതെങ്കിലും ഏരിയാസിന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ആ ഏരിയാസിൻ്റെ ആ ക്ലാസ് ആ ചാപ്റ്ററിൻ്റെ MP3 ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാക്കാം. എന്നിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ തയ്യാറാക്കാം. അത് സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇനി കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MP3 ക്ലാസ്സും മറ്റ് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ട് നിങ്ങളത് കേട്ട് സ്വന്തമായിട്ട് അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ. കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നോട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ എക്സാമിൻ്റെ ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് ഓർത്തെടുത്ത് എക്സാം എഴുതാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. നല്ല മാർക്ക് വാങ്ങാനും പറ്റും. അതാണ് നിങ്ങൾ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഈ ഗൈഡ് ബുക്സും ഇതും നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏരിയ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. വളരെ സിമ്പിളായ രീതിയിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓരോ ക്ലാസ് റൂമും ഓപ്പൺ ആക്കുക, അതിൻ്റെ ഇൻഡെക്സ് നോക്കുക, നമ്മൾ പഠിക്കാനുള്ള 60% ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കുക. എന്നിട്ട് കൂടുതൽ മാർക്കുകൾ വരുന്ന മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. അതിൽ കുറഞ്ഞ ചാപ്റ്റേഴ്സിലുള്ള മൊഡ്യൂളായിരിക്കണം. അങ്ങനത്തേത് ഒരു 50 മാർക്കുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്കുള്ള 6 മന്തിൽ എന്ത് ചെയ്യുക, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. എല്ലാ മാസവും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നൽകുന്നതാണ്. ഓക്കെ, ഇപ്രാവശ്യത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്തത് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. എന്താ ഗൂഗിൾ മീറ്റിൻ്റെ സെക്യൂരിറ്റി മറ്റു എന്തോ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് അത് റെക്കോർഡായിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് തന്നതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി എടുത്ത ക്ലാസ്സുകൾക്ക് അവരുടെ അതുപോലെ മാത്തമാറ്റിക്സ്, ഇപ്പോൾ ഉദാഹരണം മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് ഓപ്പൺ ആക്കിയാൽ അതിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ 60% ചാപ്റ്റേഴ്സ് ഇവിടെ കാണാം. അതുപോലെ അതിൻ്റെ മാർക്ക്, ഓരോ മൊഡ്യൂളിലുള്ള മാർക്കും കാണാം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ മൈ ക്യാമ്പസ് എന്നുള്ള വീഡിയോ ക്ലാസ് റൂം ആ ഒരു ആപ്ലിക്കേഷൻസ് വഴി നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ 6 മന്തിൽ നമുക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള മന്തുണ്ട്. ആ ടൈം തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിലൊക്കെ പോയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കേരള സിലബസിനെ അപേക്ഷിച്ച് ഒരു 50% സിമ്പിളായ സിലബസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു 60 to 90% അല്ലെങ്കിൽ അതിൻ്റെ എബോ മാർക്കുകൾ വാങ്ങിയിട്ട് തന്നെ പാസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ രീതിയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ടൈം ഷെഡ്യൂൾ, ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.